ജോയിന്റ് മൊത്തത്തിൽ ഒരു പെയിന് നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ ആവണക്കിന്റെ ഇല, അതുപോലെ അർക്കപത്രം, എരിക്കിന്റെ ഇല, പഴുത്ത പ്ലാവില, അതൊക്കെ നമുക്ക് തലയ്ക്ക് എപ്പോഴും നല്ലത് കടുക്ക, മുത്തങ്ങ പോലുള്ള മെഡിസിൻസ് ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക ചികിത്സയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കർക്കിടക മാസം, അതായത് ഈ വർഷം ജൂലൈ 16-ാം തീയതിയാണ് കർക്കിടകം 1. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസം, അതായത് ഗ്രീഷ്മ ഋതുവിൽ നിന്നും അവസാനത്തെ 7 ദിവസവും, അതുപോലെ വർഷ ഋതു, അതായത് കർക്കിടകത്തിലെ ആദ്യത്തെ 7 ഡേയ്സ്, അപ്പൊ ടോട്ടൽ 7+7 14 ഡേയ്സ് ആണ്. ഈ 14 ദിവസമാണ് ഋതുസന്ധി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഈ ഋതുസന്ധിയിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റം വരും. അതായത് സമ്മർ സീസൺ അഥവാ വേനൽക്കാലത്ത് നിന്ന് നമ്മുടെ ശരീരം പെട്ടെന്നാണ് തണുപ്പോട് കൂടിയിട്ടുള്ള ഈ വർഷ ഋതുവിലേക്ക്, ഈ റെയിനി സീസണിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ നല്ല രീതിയിൽ കുറവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുപിടിച്ചു. ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചികിത്സയിൽ പലതരത്തിലുള്ള ചികിത്സ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ്. കാരണം നമ്മുടെ അഗ്നിബലം വളരെ കുറഞ്ഞ ഒരു കണ്ടീഷനാണ് ഈ ഒരു വർഷ ഋതുവിൽ. അത് മാത്രമല്ല, വാദപ്രകോപം ഉണ്ടാവുന്നു, വാദം നന്നായിട്ട് കൂടുന്നു, ശരീരവേദന ഉണ്ടാവുന്നു, അഗ്നിബലം കുറയുന്നു, ദേഹബലം കുറയുന്നു, ഇമ്മ്യൂണിറ്റി കുറയുന്നു. അപ്പം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മഴക്കാല രോഗങ്ങൾ ഒരുപാട് നമ്മളെ തേടി വരും. കഫദോഷം കുറയുന്നത് മൂലമാണ് ഈ അഗ്നിമാന്ദ്യം ഉണ്ടാവുന്നത്. ആമാവസ്ഥയിലേക്ക് അത് ലീഡ് ചെയ്യും. ആമം എന്ന് പറയുമ്പോൾ ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതൊരു ടോക്സിക് ആയിട്ടുള്ള എലമെന്റ് ആണെന്ന് തന്നെ മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എലമെന്റ് നമ്മുടെ വയറ്റിൽ, ആമാശയത്തിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഹെവി, അതായത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡും ഓയിലി, സ്പൈസി, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ അഗ്നിമാന്ദ്യം വീണ്ടും കൂടുമെന്നുള്ളൂ. അഗ്നിനെ കറക്റ്റ് ചെയ്ത് ഓവറോൾ ഡൈജഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പേഷ്യന്റിന് ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനത്തോളം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള തെറാപ്പീസ് എന്ന് പറയുമ്പോൾ തലയ്ക്ക് തേക്കുന്ന എണ്ണ, നമ്മുടെ ദേഹത്തെ അപ്ലൈ ചെയ്യുന്ന എണ്ണ, അതായത് അഭ്യംഗം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അഭ്യംഗം എന്ന് പറയുമ്പോൾ മെഡിക്കേറ്റഡ് ഓയിൽ മസാജ് ആണ്, ധന്വന്തര തൈലം, സഹചരാതി തൈലം, അങ്ങനെ ഒരുപാട് എണ്ണകളുണ്ട്. അത് ഓരോ ആൾക്കാരുടെ ശരീരത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് ഓരോ ഡോക്ടർമാരും ഓയിൽ സജസ്റ്റ് ചെയ്യാറുള്ളത്. തലയ്ക്കെണ്ണ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. തലയ്ക്കെണ്ണ മാറിയാൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കുളിക്കുന്ന വെള്ളവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാതരോഗം പോലുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ, ജോയിന്റ് മൊത്തത്തിൽ ഒരു പെയിന് നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് ഏരണ്ട പത്രം, അതായത് ആവണക്കിന്റെ ഇല, അതുപോലെ അർക്കപത്രം, എരിക്കിന്റെ ഇല, പഴുത്ത പ്ലാവില, അതൊക്കെ നമുക്ക് അതിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നമുക്ക് കുളിക്കാവുന്നതാണ്. ഓക്കെ, തല കുളിക്കുമ്പോൾ എപ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും ചൂടുവെള്ളം കൊണ്ട് തലയിൽ ഒഴിക്കരുത്. ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ ആര്യവേപ്പില, അതുപോലെ പച്ചമഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. തലയ്ക്ക് എപ്പോഴും നല്ലത് കടുക്ക, മുത്തങ്ങ പോലുള്ള മെഡിസിൻസ് ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം തണുത്തതിന് ശേഷം ഇളം ചൂടോട് കൂടിയിട്ട് തല കഴുകാം. വളരെയധികം എഫക്റ്റീവ് ആണ്. ഉറക്കക്കുറവിനും സ്ട്രെസ് ലെവൽ കുറക്കാനും മുടിയുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും അത് വളരെയധികം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. കഫസ്ഥാനം എന്ന് പറയുന്നത് ശിരസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടുക്ക, മുത്തങ്ങ പോലുള്ള ഡ്രഗ്സ് ഇട്ട് തിളപ്പിച്ചിട്ട് തല കഴുകുകയാണെങ്കിൽ ഒരു ദഹനം അല്ലെങ്കിൽ ദീപന പാചനമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കഫം കൂടിയിട്ടുള്ള കണ്ടീഷൻസിന് അത് പചിപ്പിക്കാനും വളരെയധികം നമ്മുടെ ഹെഡിൽ ഇപ്പോൾ ഒരു ഹെവിനെസ് പോലുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരുന്നത് സഹായിക്കും. കടുക്ക, മുത്തങ്ങ മാത്രമല്ല, നമ്മൾക്ക് ഇരട്ടി മധുരവും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് രാസ്നാദി പൊടി വെച്ചിട്ട് നമ്മൾ തലയിൽ, നെറുകയിൽ ചേർത്തണം. അതായത് നമ്മൾക്ക് ഏതൊരു കമ്പനിയിൽ പോയാലും, ആയുർവേദ മെഡിക്കൽ ഷോപ്സിൽ പോയാലും രാസ്നാദി ചൂർണം കിട്ടും. കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ തമ്പ് ഉണ്ടല്ലോ, തമ്പ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിക്കുക. ഈ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ പോർഷന് നമ്മൾക്ക് രാസ്നാദി ചൂർണം ഇട്ടുകൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ബാക്കി ഉണ്ടാവുന്ന കുറച്ച് പൊടിയില്ലേ, വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് മൂക്കിലേക്ക് വലിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഒരു സ്രോതോശോധനമാണ് അവിടെ നടക്കുന്നത്. എല്ലാ ചാനൽസും ഓപ്പൺ ആവും. നമ്മൾ മൊത്തത്തിലൊന്ന് റിഫ്രഷ്ഡ് ആവും. ഒരുപാട് പേര് തല കഴുകിയതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുളിക്ക് ശേഷം നമുക്ക് കർക്കിടക കഞ്ഞി കുടിക്കാവുന്നതാണ്. ഒരു ലോങ് പ്രൊസീജിയർ ആണിത്. ഞാനത് വ്യക്തമാക്കി പറഞ്ഞു തരാം. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള റെസിപ്പിയും പറഞ്ഞു തരുന്നതാണ്.
കർക്കിടക കഞ്ഞിക്കായിട്ട് നമ്മൾക്ക് ഞവര അരിയും ഉണക്കലരിയും സൂചി ഗോതമ്പും അതുപോലെ കുറച്ച് ധാന്യങ്ങളായിട്ടുള്ള ചെറുപയർ, വൻപയർ, പിന്നെ ഉലുവ, മുതിര ഇതൊക്കെ നമുക്ക് എടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ദശപുഷ്പങ്ങളിലേക്ക് പോവാം. ഔഷധ സസ്യങ്ങളായിട്ടുള്ള ദശപുഷ്പം, മുക്കൂറ്റി, ചെറുള, ചങ്ങലം പരണ്ട, നിലം പരണ്ട, കറുകപ്പുല്ല്, തഴുതാമ എന്നിങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഔഷധ സസ്യങ്ങളും എടുക്കുക. കീഴാർനെല്ലി അതൊക്കെ സമൂലമെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം അതൊന്ന് ചതച്ച് മിക്സിയിലിട്ട് അടിച്ച് അതിന്റെ നീര് നിങ്ങൾ എടുത്തു വെക്കുക. മേമ്പൊടിയായിട്ട് ചെറുപുന്നലരി, ശതപുഷ്പം, അയമോദകം, ജീരകം, പെരുംജീരകം, കരിഞ്ജീരകം, ചുക്ക്, മഞ്ഞൾ ഇതൊക്കെ എടുക്കാം. മല്ലി മുഴുവനായിട്ട് എടുക്കാം. മുഴുവനായിട്ടുള്ള സീഡ് എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ച് അത് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നാളികേരം ഒരു മുറി എടുക്കാം. നന്നായി ചിരകിയിട്ട് അതിന്റെ പാലെടുത്ത് വെക്കാം. 1-ാം പാലും 2-ാം പാലും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ വെളുത്തുള്ളിയും കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു മൺകലം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. മൺകലത്തിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള ഔഷധ സസ്യത്തിന്റെ നീരുണ്ടല്ലോ അത് ഒഴിക്കാം. അത് ഒഴിച്ച് അത് തിളയ്ക്കുന്ന സമയത്ത് ഈ 2-ാം പാല് അതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ അരിയും ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞവര അരിയും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു മേമ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1-ാം തേങ്ങാപ്പാല് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ കുറച്ച് പശു നെയ്യും ചെറിയ ഉള്ളിയും കൂടി വഴറ്റി അത് ഇതിലേക്ക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൂടി കഴിഞ്ഞതിന് ശേഷം ആ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ ഇത് നമുക്ക് കുടിക്കാവുന്നതാണ്. സീതാറാമിന്റെ ഒക്കെ കർക്കിടക കഞ്ഞി കൂട്ടൊക്കെ അവൈലബിൾ ആണ്. അതും വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞവരരിയും ഈ ഒരു കർക്കിടക കഞ്ഞിയുടെ കൂട്ടും ഔഷധക്കൂട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കർക്കിടക കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ. സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.